യാ റഹീമു യാ അള്ളാഹ് എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽ ഒന്നാണ്. അത്യന്തം കരുണയുള്ളവനെ എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. യാ റഹീമു യാ അള്ളാഹ് എന്ന് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനന്ത കരുണയും സഹായവും നമ്മൾ അപേക്ഷിക്കുകയാണ്. അനന്തമായ കരുണക്കും സഹായത്തിനു വേണ്ടി നമ്മൾ അപേക്ഷിക്കുകയാണ്. സാധാരണയായി പണ്ഡിതന്മാർ ഇതിന് പറയുന്ന ഗുണങ്ങൾ: ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ, വിഷമസമയങ്ങളിൽ ആശ്വാസം അനുഭവിക്കാൻ, അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ, ഭയം, ടെൻഷൻ എന്നിവ കുറയാൻ, ദുആകൾ കൂടുതൽ ആത്മാർത്ഥതയോടെ പറയാൻ വേണ്ടി, മനസ്സിന് സോഫ്റ്റ്നെസ്, ദയ എന്നിവ വർദ്ധിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഈ നാമം പതിവാക്കൂ. ഇതെങ്ങനെ ചൊല്ലാം, എപ്പോഴൊക്കെ ചൊല്ലുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിയായി നമുക്ക് ലഭിക്കുന്നത്, ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. നിസ്കാരത്തിനു ശേഷം ദുആ സമയങ്ങളിൽ ഇത് കൂടുതലായി പതിവാക്കുക. രാവിലെയോ രാത്രിയിലോ നമ്മൾ ശാന്തമായിരിക്കുന്ന സമയങ്ങളിൽ യാ റഹീമു യാ അള്ളാഹ്, അതുപോലെ തന്നെ യാ അർഹമർ റാഹിമീൻ, അള്ളാഹുവിൻ്റെ കരുണ കൂടുതലായി നമ്മിൽ എല്ലാവരിലും വർഷിക്കട്ടെ. ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിൽ റഹീം എന്ന അള്ളാഹുവിൻ്റെ ഈ നാമം പല സ്ഥലങ്ങളിലും ഖുർആനിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഓരോ സൂറത്തിൻ്റെയും ആദ്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ എന്ന ആ ഒരു നാമം നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ പ്രധാനമായും വിശ്വാസം വർദ്ധിക്കുന്നു, ആത്മാർത്ഥത കൂടുന്നു, ദുആയിലുള്ള ആ ഒരു വിശ്വാസം വർദ്ധിക്കുന്നു. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ അർഹമർ റാഹിമീൻ. ടെൻഷനുള്ള സമയങ്ങളിൽ, മനസ്സ് തളരുമ്പോൾ, ദുആ ചെയ്യാൻ വാക്കുകൾ കിട്ടാത്തപ്പോൾ, ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ ശാന്തമായിരുന്ന് ഇങ്ങനെ പറയൂ: യാ റഹീമു യാ അല്ലാഹ്, കരുണയുള്ളവനെ എന്നോട് കരുണ കാണിക്കണമേ. ഓരോ തവണയും ആത്മാർത്ഥതയോടെ വിളിക്കൂ. കാരണം അള്ളാഹുവിൻ്റെ കരുണക്ക് അതിരുകളില്ല. ഓരോ തവണയും ആത്മാർത്ഥതയോടെ വിളിക്കൂ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കരുണ വർഷിക്കട്ടെ, സമാധാനവും സന്തോഷവും നൽകട്ടെ. ആമീൻ. ഇതുപോലുള്ള ഇസ്ലാമിക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.